സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്രയും അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകുന്നിട്ട് പോലും പ്രതിപക്ഷ സംഘടനകളുടെ സമരത്തെ തുടർന്നാണ് കേരളീയ പൊതുമണ്ഡലത്തിൽ ഇത് വലിയ ചർച്ചയായത്. അതുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ തന്നെ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ചയ്ക്ക് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. SFI പോലും വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം കിട്ടാതെ സമരം ചെയ്യേണ്ട ഗതികേടുണ്ടായി SFIക്ക്. സത്യത്തിൽ SFI സമരം ചെയ്യേണ്ടത് ഏതെങ്കിലും കളക്ടറേറ്റ് ഓഫീസിലേക്കല്ല, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ വീട്ടിലേക്കാണ്. ആ ശിവൻകുട്ടി തന്നെ ഇന്ന് SFIയെ പരിഹസിച്ചു. കുറെ കാലമായി സമരം ചെയ്യാതെ ഇരിക്കുന്നതല്ലേ, സമരം ചെയ്ത് നല്ലതാണ് എന്ന നിലക്കാണ് അവരുടെ പാർട്ടിയുടെ നേതാവ് തന്നെ അവരെ പരിഹസിക്കുന്നത്. അപ്പോൾ SFI സത്യത്തിൽ സമരം ചെയ്യേണ്ടത് വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിലേക്കായിരുന്നു, അല്ലെങ്കിൽ AKG സെന്ററിലേക്കായിരുന്നു. കളക്ടർമാർക്ക് ഇതിലെന്താണ് പങ്ക്? കളക്ടർക്ക് ഉത്തരവാദിത്തമില്ലല്ലോ, അവരുടെ തന്നെ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനമല്ലേ. അപ്പോൾ പാർട്ടിയാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ SFIക്ക് MSFും KSUവും ഒക്കെ സമരം ചെയ്തപ്പോൾ ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല അതിന് അവർക്ക് നഷ്ടമായല്ലോ. വിദ്യാർത്ഥികൾ അവർക്കെതിരെ വിധി എഴുതുന്നു എന്ന് അവർ തിരിച്ചറിയുകയും ഗത്യന്തരമില്ലാതെ അവർ സമരരംഗത്തേക്ക് ഇറങ്ങിയത് പോലും പ്രതിപക്ഷ സംഘടനകൾ ഈ വിഷയം ശക്തമായി ഉന്നയിച്ചതുകൊണ്ടാണ്. മാത്രമല്ല, കോടതി തന്നെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി സർക്കാരിനോട് ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പുല്ലുവില പോലും കൽപ്പിക്കാത്ത ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പ് വിശ്വാസികളുടെ ഒരു പ്രശ്നം വന്നപ്പോൾ കോടതി വിധിയുണ്ട് എന്ന് പറഞ്ഞ് നടപ്പിലാക്കാൻ എന്തൊക്കെയായിരുന്നു ഇവിടെ കോപ്രായങ്ങൾ CPM സർക്കാർ കാണിച്ചത്. എന്നാൽ കുട്ടികളുടെ പഠനത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിന് പരിഹാരമുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ ഒരു മാസമായി കോടതിയിൽ നിർദ്ദേശം വന്നിട്ട് ഒരനക്കവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇപ്പോൾ സീറ്റുണ്ട് എന്ന പെരുപ്പിച്ച കണക്ക് വിദ്യാഭ്യാസ മന്ത്രിയാണ് പറയുന്നത്. അദ്ദേഹം പെരുപ്പിക്കുന്നത് നിർത്തിയാൽ മതി, അദ്ദേഹം യാഥാർത്ഥ്യം പറയാൻ തയ്യാറായാൽ മതി. ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് തന്നെ പുറത്തിറക്കിയ കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. കഴിഞ്ഞ വർഷത്തെ ഓപ്പൺ സ്കൂളിലെ അഡ്മിഷന്റെ ലിസ്റ്റ് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ ബഹുമാനപ്പെട്ട MLA ഉബൈദുള്ളക്ക് നൽകിയ മറുപടി നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഓരോ ജില്ലയിലെയും സീറ്റുകളുടെ അവസ്ഥ, ഈ കണക്കുകളുടെ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് പെരുപ്പിച്ച കള്ളക്കണക്കുമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി വരുന്നത്. അൺഎയ്ഡഡ് കോഴ്സില്ലേ, ഓപ്പൺ സ്കൂളില്ലേ എന്നൊക്കെ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥികളുടെ മാനസിക പ്രയാസം അല്പം പോലും മനസ്സിലാക്കാത്ത ഒരു മന്ത്രിയാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കണക്ക് വിദ്യാഭ്യാസ മന്ത്രി അവതരിപ്പിക്കുന്നത് ഇപ്പോൾ മാനേജ്മെന്റ് സീറ്റിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സീറ്റിലും അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ എണ്ണത്തെ മൈനസ് ചെയ്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി അത്തരമൊരു കണക്ക് അവതരിപ്പിച്ചത്. അത് മൈനസ് ചെയ്താൽ ഈ പുറത്തു നിൽക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൽ നിന്നാണത് മൈനസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ കിട്ടാതെ പുറത്തു നിൽക്കുന്ന കുട്ടികൾ 20,000 ആണെങ്കിൽ 22,000 കുട്ടികൾക്ക് മാനേജ്മെന്റ് സീറ്റിലും കമ്മ്യൂണിറ്റി കോട്ടയിലും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എങ്കിൽ ആ 22,000 ഈ 20,000 നിന്ന് മൈനസ് ചെയ്യാം. മാനേജ്മെന്റ് സീറ്റിലും കമ്മ്യൂണിറ്റി സീറ്റിലും അഡ്മിഷൻ കിട്ടിയിട്ടും സീറ്റ് കിട്ടാത്ത കുട്ടികളാണ് പുറത്തു നിൽക്കുന്നത്. അത് ഏറ്റവും ചുരുങ്ങിയത് മലബാറിൽ 70,000-ഓളം കുട്ടികളുണ്ട്. മലപ്പുറം ജില്ലയിൽ എല്ലാ കണക്കുകളും അൺഎയ്ഡഡും ബാക്കിയുള്ള എല്ലാ കോഴ്സുകളും എടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് 20,000-ഓളം കുട്ടികൾ പുറത്താണ്. എങ്ങനെ കുട്ടികൾ ഓപ്പൺ സ്കൂളിൽ പോകുന്നത്? മലബാറിന് പുറത്തുള്ള കുട്ടികളൊക്കെ റെഗുലറായിട്ട് പഠിക്കുക, മലബാറിലെ കുട്ടികൾ മാത്രം ഓപ്പൺ സ്കൂളിൽ പോവുക, അല്ലെങ്കിൽ അൺഎയ്ഡഡ് പണം കൊടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ തന്നെ 60-65 സീറ്റ്. ഇത് വലിയ വിവേചനമല്ലേ? അതിൽ വലിയ അനീതിയില്ലേ? 50 സീറ്റേ ഒരു ക്ലാസ്സിൽ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെ 60 പിന്നീട് എങ്ങനെ 65? അപ്പൊ ഈ തുല്യമായിട്ടുള്ള പഠിക്കാനുള്ള സൗകര്യം എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ലഭിക്കണ്ടേ? ഇതേക്കുറിച്ച് പറയുമ്പം മന്ത്രി പറയുന്നത് മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾ വികാരം ഇളക്കി വിടണ്ടെന്നാണ്. അതെങ്ങനെയാ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞാൽ വികാരം ഇളക്കി വിടലാകുന്നു? മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞൂടെ? കോഴിക്കോടിനെ കുറിച്ച് പറഞ്ഞൂടെ? കാസർഗോഡിനെ കുറിച്ച് പറഞ്ഞൂടെ? അവിടെയുള്ള കുട്ടികൾ, അവർക്ക് മതവും ജാതിയൊന്നും ഇല്ലല്ലോ, അവർ കുട്ടികളാണ്, അവർക്ക് പഠിക്കാൻ തുടർന്ന അവസരം വേണം.
അവർക്ക് ഉന്നത പഠനത്തിന് അവസരം വേണം. അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. എന്തിനാണ് സർക്കാർ ഈ വാശി പിടിക്കുന്നത്? അവരെ പഠിപ്പിക്കില്ല എന്നുള്ള വാശി പിടിക്കുന്നത് എന്തിനാണ്? കാരണം വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ തവണ 2 ദിവസം മുമ്പ് പറഞ്ഞത് 2900 ചില്ലാൻ കുട്ടികൾ മാത്രമാണ് അവിടെ സീറ്റ് കുറവുള്ളത്. അത് അടുത്ത അലോട്ട്മെന്റിൽ പരിഹരിക്കും. ഇന്ന് നിയമസഭയിൽ അത് 7000 ചില്ലാനായി. മന്ത്രി അതാണ് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ കണക്ക് ശരിയല്ല എന്നുള്ളത് മുമ്പ് തന്നെ അദ്ദേഹം പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കണക്ക് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ കണക്കുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം കിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും ഭരണകക്ഷി MLA ക്ക് കാരണം ജനങ്ങൾ അദ്ദേഹം നാട്ടിലേക്ക് പോകുമ്പോൾ കുട്ടികൾ സീറ്റിന് വേണ്ടി പറയാണല്ലോ. അപ്പോൾ ഭരണകക്ഷി MLA, കോഴിക്കോട്ടെ ഭരണകക്ഷി MLA അഹമ്മദ് ദേവർകോവിൽ ഈ വിഷയം സബ്മിഷനായിട്ട് ഉന്നയിക്കുന്നു. കാരണം രക്ഷിതാക്കൾ അവരുടെ അടുത്ത് ചെന്നിട്ട് സീറ്റ് കുറവില്ല എന്ന് പറഞ്ഞ് നാളെ കുട്ടികൾ രക്ഷിതാക്കളെയും കുട്ടി അവിടെ ചെല്ലും. അപ്പൊ അദ്ദേഹത്തിന് ഉത്തരം പറയേണ്ടി വരില്ല. എന്നാൽ ഇവർക്ക് അങ്ങനെയല്ല. ശിവൻകുട്ടിക്ക് അംഗരക്ഷകരും പോലീസും പട്രോളിങ്ങും സംവിധാനമൊക്കെ ഉണ്ട്. അവർ ഭൂമിയിലേക്ക് ഇറങ്ങുന്നില്ല. മുഖ്യമന്ത്രി ഭൂമിയിലേക്ക് ഇറങ്ങുന്നില്ല. അംഗരക്ഷകരില്ലാത്തവർക്ക് മാത്രമേ ഇപ്പോൾ ഭരണകക്ഷിയിൽ നിന്ന് യാഥാർത്ഥ്യം പറയാൻ കഴിയുള്ളൂ. അംഗരക്ഷകരുള്ളവർക്ക് ഇപ്പൊ എന്തും പറയാം, എന്ത് കളവും പറയാം. ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നത് അഹമ്മദ് ദേവർകോവിലും കൂടി അംഗരക്ഷകരെ ഏർപ്പാടാക്കുക എന്നുള്ളതായിരിക്കും. +2 സീറ്റ് പരിഹരിക്കുക എന്നുള്ളതായിരിക്കില്ല.